ഇത് നമ്മുടെ പുതിയ സഭയുടെ സത്യപ്രതിജ്ഞയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും മലയാളി സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം അടയാളപ്പെടുത്തുന്നത് ലാലേട്ടന്റെ പിറന്നാൾ എന്നുള്ള രീതിയിലാണ് അല്ലെ. കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ച് മോഹൻലാൽ ദൃശ്യം 3 സിനിമയുടെ ഭാഗമായി ആദ്യ പ്രദർശന ദിനമാണെന്ന് ഇന്ന് കവിതാ തിയേറ്ററിലാണ് ലാലേട്ടൻ കേക്ക് മുറിച്ച് ആഘോഷത്തിൽ പങ്കെടുത്തത്. മഞ്ഞ ഷർട്ടൊക്കെ ഇട്ട് അതിസുന്ദരനായി ലാലേട്ടൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മീനയും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ടീമിന്റെ 15-മുക്കാലോളം ആളുകൾ അവിടെ തന്നെ ഉണ്ട്. ഒരിക്കൽ മാത്രം സംഭവിക്കുന്നത്. ഇന്നൊരു വ്യാഴാഴ്ച ആയതുകൊണ്ട് ഇങ്ങനൊരു സിനിമയും റിലീസ് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും സിനിമ ഇഷ്ടമായെന്ന് കരുതുന്നു. ഒരുപാട് സന്തോഷം. ഈ സിനിമ വേൾഡ് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവര്. പനോരമ, ആന്റണിക്ക് സ്പെഷ്യൽ നന്ദി, മീന, എൻ്റെ ഫാമിലിക്ക്. ജിത്തുവിന് വരാൻ പറ്റിയില്ല, ജിത്തുവിൻ്റെ വൈഫുണ്ട്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. അനൂപ് ദാസ് ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായിട്ട്. അനൂപ്, ലാലേട്ടനാണെങ്കിലും ദൃശ്യാണെങ്കിലും മലയാളി ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. ദൃശ്യം ഒന്ന് ലാലേട്ടൻ്റെ പിറന്നാളുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയണം. അതിനപ്പുറത്തേക്ക് അനൂപ് ദൃശ്യം കണ്ടോ? കണ്ടില്ല. തിരക്കിനിടയിൽ ആദ്യം കയറി കാണാൻ പറ്റില്ല, ടിക്കറ്റ് കിട്ടിയില്ല. പക്ഷെ നമുക്കൊപ്പം പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് ഞാൻ ആ പ്രതികരണത്തിലേക്ക് കിടക്കാം. നമസ്കാരം. ഹായ്, എങ്ങനെയുണ്ട്? ഭയങ്കര എന്താ പറയാ, എന്താ സിനിമയെ പറ്റിയാണ് പറയേണ്ടത് ലാൽ സാറിന്റെ? അല്ല, ഞാൻ പറഞ്ഞത് ഭയങ്കര ഒരു ചരിത്ര ദിവസമാണല്ലോ. കാരണം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ഫ്രാഞ്ചൈസിയുടെ 3-ാം പതിപ്പിന്റെ ഒരു വലിയ ദിവസം, അതും ലാൽ സാറിന് മലയാളത്തിന്റെ ഏറ്റവും വലിയ നടന്റെ പിറന്നാളിന്റെ അന്ന് തന്നെ നമുക്കത് കാണാൻ സാധിക്കാന്ന് പറഞ്ഞത് ഒരു വലിയ ഒരു ആൾക്കാർ തിയേറ്ററിൽ തന്നെ പോകാൻ വേണ്ടി. കാരണം എനിക്ക് അതാണ് പറയണത്, ഒരു നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച സമയത്താണ് ഇതിന്റെ ആദ്യ ഭാഗം കണ്ട് ഫസ്റ്റ് പാർട്ട് കണ്ട് ഞെട്ടി ഇവിടെ തന്നെ ഇറങ്ങി വന്നു. 2-ാം ഭാഗം ഇതേപോലെ OTT-ൽ കണ്ടു. 3-ാം ഭാഗം ഇതേപോലെ ലാൽ സാറിന്റെ കൂടെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ ഇവരുടെ കൂടെ പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി നേരിൽ. അപ്പോൾ ആ ഒരു ടീമിന്റെ ഒരു ഗംഭീര വർക്ക് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി മലയാളിക്കാരെയും അല്ലെങ്കിൽ ഇന്ത്യ എങ്കും എല്ലാവരും എന്താ പറയുക കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അത് വലിയ വിജയം തന്നെ ആയിത്തീരും എന്നുള്ള ഒരു സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ബീങ് ആസ് എ ഫാൻ. താങ്ക് യു. എന്തായാലും വലിയ നല്ല അഭിപ്രായമാണ് ആളുകൾ ആദ്യ ഷോ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറയുന്നത്. 2ാമത്തെ ഷോയ്ക്കും ഫുള്ളാണ്, ആളുകളൊക്കെ കയറി കഴിഞ്ഞു. ഇവിടെ ആഘോഷം അവസാനിച്ചിട്ടില്ല. അക്ഷയ ഇതാ ചെണ്ടക്കൊട്ട് മറ്റ് ആഘോഷിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ലാലേട്ടൻ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ട് ഏതാണ്ട് 10 മിനിറ്റ് കഴിഞ്ഞു. എന്നിട്ടും ലാലേട്ടൻ്റെ ആരാധകരൊക്കെ ഇവിടെ കവിതാ തിയേറ്ററിൻ്റെ പല ഭാഗത്തായുണ്ട്. രാവിലെ തിയേറ്ററിലേക്ക് എത്തിയ ലാലേട്ടൻ അദ്ദേഹത്തിനൊപ്പം കുടുംബാംഗങ്ങളുണ്ടായിരുന്നു. ഈ സിനിമയിൽ അഭിനയിച്ച കുറേയേറെ ആളുകളുണ്ടായിരുന്നു. എന്തായാലും നല്ല അഭിപ്രായം ആദ്യ ഷോയ്ക്ക് ശേഷം ലഭിക്കുന്നു എന്നതാണ് നമുക്ക് കവിതാ തിയേറ്ററിൽ നിന്ന് പറയാൻ കഴിയുന്ന കാര്യം. ശരി. എന്തായാലും ഈ ഫാൻസ് എല്ലാ നടന്മാർക്കൊക്കെ ഫാൻസ് ഉണ്ടെങ്കിലും മലയാളത്തിൽ ആ ഫാൻസ് ഏറ്റവും കൂടുതൽ വൈകാരികമായി റിയാക്ട് ചെയ്യാറും ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഓടി തിയേറ്ററിൽ എത്തുകയും ഹൗസ്ഫുൾ ആവുകയും ചെയ്യുന്ന ലാലേട്ടൻ്റെതാണെന്നുള്ളൊരു സംശയമില്ല. ലാലേട്ടന് പിറന്നാൾ ആശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു.